സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സെപ്റ്റംബർ 27 ഭാരത ബന്ദിന് രാജ്യത്തെ കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 500 കർഷക സംഘടനകൾ അടങ്ങുന്നതാണ് സംയുക്ത കിസാൻ മോർച്ച. ഭാരതമാകെ നിശ്ചലമാകുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ പ്രക്ഷോഭമായി ഭാരത ബന്ദ് മാറും എന്ന് ഇതിനകം ഉറപ്പായിട്ടുണ്ട്. കർഷകർ ആഹ്വാനം ചെയ്ത ഭാരത ബന്ദിന് 10 ദേശീയ ട്രേഡ് യൂണിയനുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയും കർഷക സംഘടനകളും കർഷക തൊഴിലാളി സംഘടനകളും സംയുക്തമായി കേരളത്തിൽ പ്രചാരവേലകൾ നല്ല നിലയിൽ നടത്തി വരികയാണ്. കേരളത്തിൽ 27-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ ആചരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയും 27-ാം തീയതി 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. UDFും കർഷക സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയതായും വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതുവരെ നാം കണ്ടിട്ടുള്ള ഏത് സമരത്തെ അപേക്ഷിച്ചും വിപുലമായ പിന്തുണയും പങ്കാളിത്തവുമുള്ള ഒരു പ്രക്ഷോഭമായി സെപ്റ്റംബർ 27 ഭാരത ബന്ദ് മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾ രാജ്യത്തെ കർഷകരെ കുത്തുപാളയെടുപ്പിക്കുന്നതും നമ്മുടെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞ കർഷകർ കഴിഞ്ഞ 9 മാസമായി ഈ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തി വരികയാണ്. നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കാർഷിക മേഖലയിലാകെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ മോദി സർക്കാർ തീരുമാനിച്ചു. 1991 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കി വരുന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. കർഷകർ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കീടനാശിനി, ജലസേചന പദ്ധതികൾ, ഇതിനൊക്കെ വരുന്ന ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുകയാണ്. ഗവൺമെൻറ് നൽകി വരുന്ന സബ്സിഡികൾ കുറച്ചു കൊണ്ടുവരികയാണ്. അത് ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഈ ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ന്യായമായ വില കിട്ടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണ വില നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതുവരെ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചിട്ടില്ല. UPA ഗവൺമെൻറ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷനെ നിയോഗിച്ചത് ഉൽപ്പന്നങ്ങൾക്ക് ചുരുങ്ങിയ താങ്ങുവില എന്താണ് എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നടപ്പാക്കിയില്ല. കാർഷിക ചെലവും അതിൻ്റെ പകുതി തുകയും കൂടി ചേർത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കണം എന്നായിരുന്നു സ്വാമിനാഥൻ കമ്മീഷൻ്റെ നിർദ്ദേശം. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നായിരുന്നു BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരവേല. വടക്കേ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ BJPക്ക് കുറേ വോട്ടുകൾ നേടാനും സാധിച്ചത് ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം മോദി സർക്കാരും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് മറിച്ചു നോക്കുക പോലും ചെയ്തില്ല. ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചത് മുതൽ ഇന്നുവരെ എടുത്താൽ 4 ലക്ഷത്തിലധികം കർഷകരാണ് കാർഷിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതമായത്. കടം പെരുകി വായ്പയെടുക്കാൻ ഈട് നൽകിയ കൃഷിഭൂമി നഷ്ടപ്പെടുകയും ജീവിതോപാധികൾ തകരുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ ആത്മഹത്യ പെരുകിയത്. ലക്ഷക്കണക്കിന് കർഷകർ, ദരിദ്ര കർഷകർ കൃഷി ഉപേക്ഷിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളായി മാറിയിട്ടുണ്ട്. അവരിൽ പലരും അവർ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടത്തിലാണ്. ഇതാണ് ഇന്ത്യയിലെ കാർഷിക രംഗത്തിൻ്റെ സ്ഥിതി. ഇത് കൂടുതൽ
ഗുരുതരമാക്കുന്ന അവസ്ഥയാണ് പുതിയ നിയമം മൂലമുണ്ടാകാൻ പോകുന്നത്. 3 കാർഷിക നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുന്നതിന് മുമ്പ് ഓർഡിനൻസായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ കർഷകർ പ്രതിഷേധം ആരംഭിച്ചു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഇതിലൊരു നിയമം കാർഷികോൽപ്പന്നങ്ങളുടെ സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ തറവല നിശ്ചയിക്കലും സംഭരണവും ഇല്ലാതാവും. ഇന്ന് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കാർഷിക പ്രവൃത്തി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, UP-യുടെ ചില ഭാഗങ്ങൾ, ആന്ധ്രാപ്രദേശിലെ ചില പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം APMCയുടെ നേതൃത്വത്തിലുള്ള മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാർക്കറ്റിലെ കച്ചവടക്കാരാണ് സർക്കാർ നിശ്ചയിക്കുന്ന വിലക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത്. അവരിൽ നിന്നാണ് FCI ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ കച്ചവടക്കാർക്ക് നിയമപ്രകാരമുള്ള ഒരു കമ്മീഷൻ FCI നൽകും. ഈ സമ്പ്രദായം കുറേ കൊല്ലങ്ങളായി നടക്കുക. ആവശ്യത്തിന് ചെലവിനനുസരിച്ചുള്ള താങ്ങുവില ലഭിക്കുന്നില്ലെങ്കിലും ഒരു താങ്ങുവില എന്ന തത്വം നിലനിൽക്കുന്നത് ഈ സമ്പ്രദായം നിലവിലുള്ളതുകൊണ്ടാണ്. ഇത് ഇടനിലക്കാരാണെന്നും ഫ്രീ ട്രേഡിലേക്ക് മാറിയാൽ മികച്ച വില കിട്ടുമെന്നും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തെവിടെയും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് BJPയുടെ വാദം. ഇത് ശുദ്ധ അസംബന്ധമാണ്. വൻകിട വ്യാപാരികൾ ഉൽപ്പന്നങ്ങളുടെ വില ഇടിച്ച് താഴ്ത്താനുള്ള പരിശ്രമങ്ങളാണ് നടത്തുക. ദരിദ്ര കർഷകൻ അവരോട് ഏറ്റുമുട്ടി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ വിലക്ക് കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കി വലിയ സ്റ്റോറേജുകളിൽ സൂക്ഷിച്ച് വില ഉയർത്തി ജനങ്ങളെ കൊള്ളയടിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക്, അത് ഇന്ത്യൻ കമ്പനികൾ മാത്രമല്ല വിദേശ കോർപ്പറേറ്റുകൾക്ക് പോലും അനുമതി നൽകുന്നതാണ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ നേതൃത്വം നൽകുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനവും പ്രവർത്തനരഹിതമാകും. ഗവൺമെൻറ് സംഭരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഫുഡ് കോർപ്പറേഷൻ ആവശ്യമില്ല. ഇത് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. കേരളം പോലുള്ള സംസ്ഥാനം ഭക്ഷ്യധാന്യത്തിന് വലിയ കമ്മി നേരിടുന്ന സംസ്ഥാനമാണ്. FCI മുഖേന കേന്ദ്ര ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ പൊതുവിതരണശാലകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യും. FCI ഫംഗ്ഷൻ നിർത്തിയാൽ സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ധാന്യങ്ങൾ നൽകാൻ മറ്റൊരു സംവിധാനം ഉണ്ടാവില്ല. പാർലമെന്റ് പാസാക്കിയ ഭക്ഷ്യസുരക്ഷാ നിയമം അർത്ഥമില്ലാതാകും. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നഷ്ടപ്പെടും. രണ്ടാമത്തെ നിയമം കരാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കർഷകരുടെ ഭൂമി വൻതോതിൽ ഏറ്റെടുത്ത് കൃഷി നടത്താൻ പുതിയ കമ്പനികൾ രംഗത്ത് വരും. ആ കമ്പനികൾ വിദേശ കമ്പനികളാവാം, കാർഗിൽ കോർപ്പറേഷൻ, മോൺസാൻഡോ പോലുള്ള അഗ്രി ബിസിനസ് കോർപ്പറേഷനുകളാവാം, ഇന്ത്യയിൽ വലിയ തോതിൽ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പ്, റിലയൻസ് ഇതുപോലുള്ള വൻകിട കമ്പനികളാവാം. അവർ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് എന്ത് കൃഷി ചെയ്യും എന്ന് ആരാണ് നിശ്ചയിക്കുക? രാജ്യത്തിനാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനവും നടപടികളും ഉള്ളതുകൊണ്ടാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്ന സ്ഥിതിയിലേക്ക് അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചു വന്നത്. കരാർ കൃഷിയാകുമ്പോൾ കരാറടിസ്ഥാനത്തിൽ കൃഷി നടത്തുന്ന വൻകിട കമ്പനികൾക്ക് ലാഭം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഏതോ അതായിരിക്കും അവർ ഉൽപ്പാദിപ്പിക്കുക. വിദേശ രാജ്യങ്ങൾ മുമ്പേ പറയാറുണ്ട്, ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ വിളയുന്ന ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിളയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നെല്ല്, ഗോതമ്പൊക്കെ ഞങ്ങൾ തരാം. നിങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിന് ആവശ്യമുള്ള കാർഷികോൽപ്പന്നങ്ങളിലേക്ക് മാറണമെന്ന്. കൊളോണിയൽ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അക്കാലത്ത് ഇന്ത്യ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടത്. ബംഗാൾ ക്ഷാമം പോലുള്ള ഗുരുതരമായ സ്ഥിതി ഉണ്ടായത്. സ്വാതന്ത്ര്യാനന്തരം ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റുകൾ എടുത്ത നടപടിയാണ് ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അതിനെ തകിടം മറിക്കുന്നതാണ്
കരാർ കൃഷിയിലേക്കുള്ള മാറ്റം, പുതിയ നിയമം രാജ്യത്തിൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യ ഉൽപ്പാദനം പോലും താറുമാറാകും. മൂന്നാമത്തെ നിയമം എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തതാണ്. അവശ്യവസ്തുക്കൾ വൻതോതിൽ വാങ്ങി സംഭരിച്ച് പൂഴ്ത്തിവെച്ച് വില വർദ്ധിപ്പിക്കാൻ അവസരം നിഷേധിക്കുന്നതാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. അത് ഉദാരമാക്കി ഏത് കമ്പനിക്കും ഏത് ഭാഗത്തു നിന്നും ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങി അവരുടെ ആധുനിക സ്റ്റോറേജ് സംവിധാനം ഉപയോഗിച്ച് സൂക്ഷിച്ചു വെച്ച് കമ്പോളത്തിൽ ക്ഷാമമുണ്ടാക്കി വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം നൽകുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കൽ മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നതിൻ്റെ പ്രകടമായ രൂപമാണിത്. ഇത് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കായ കർഷകരെയും കർഷക തൊഴിലാളികളെയും വളരെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് കർഷകർ ജീവൻ മരണ സമരത്തിനിറങ്ങി പുറപ്പെട്ടത്. 9 മാസമായി കൃഷിക്കാരുടെ സമരം നടക്കുകയാണ്. ഡൽഹിയുടെ 2 ഭാഗത്തായി ഘാസിപ്പൂർ, സിംഗൂർ എന്ന 2 കേന്ദ്രങ്ങളിൽ സർക്കാരിൻ്റെ ഒരു ഭീഷണിയെയും വകവെക്കാതെ, അടിച്ചമർത്തലിനെ വകവെക്കാതെ കർഷകർ കൂട്ടമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 8 കർഷക സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. വിജയകരമായ ബന്ദ് നടന്നു. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഹരിയാനയിലെ കർഷക പ്രക്ഷോഭത്തിനിടയിൽ ഒരു കർഷകൻ പോലീസ് അതിക്രമത്തിൽ രക്തസാക്ഷിയായി. മുസഫർ നഗറിൽ ഈയിടെ നടന്ന കർഷക റാലിയിൽ ലക്ഷക്കണക്കിന് കർഷകരാണ് പങ്കെടുത്തത്. ഇത്രയും ഈ സമരം ഉയർന്നു വന്നിട്ടും, ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള കർഷക സമരമായിട്ടും, ലോകത്ത് തന്നെ ഇതുവരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള ഒരു സമരമായി ഉയർന്നു വന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തവണ പോലും സമരം നടത്തുന്ന കർഷക സംഘടനകളുമായി ഒരു ചർച്ചയ്ക്ക് സന്നദ്ധനായിട്ടില്ല. സമരത്തെ അടിച്ചമർത്തുക, ജനാധിപത്യ തത്വങ്ങൾക്ക് നിരക്കാത്ത വിധത്തിൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നതാണ് കർഷക സംഘടനകളുടെ മുദ്രാവാക്യം. സുപ്രീം കോടതി ഇടപെട്ട് 3 വർഷത്തേക്ക് ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി ഒരു കമ്മീഷനെ നിയോഗിച്ച് നിയമങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. കർഷക സംഘടന അപ്പോൾ സുപ്രീം കോടതിയും ബോധിപ്പിച്ചത് ഈ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള കമ്മീഷനിൽ ഞങ്ങൾ അംഗങ്ങളാവില്ല, നിയമം പിൻവലിക്കുകയാണ് വേണ്ടത്. ഈ നിയമങ്ങൾ പിൻവലിക്കണമെന്ന മുദ്രാവാക്യത്തോടൊപ്പം ഒരു മുദ്രാവാക്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്: വൈദ്യുതി നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന്. വൈദ്യുതി വിതരണം പൂർണ്ണമായും സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കുന്ന നിർദ്ദേശമാണ് വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിലുള്ളത്. അതും കുത്തകകളെ സഹായിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ ക്രോസ് സബ്സിഡി ഇല്ലാതാവും. ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ജലസേചനത്തിനായി പമ്പ് സെറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അത് സബ്സിഡൈസ്ഡ് നിരക്കിലാണ് രാജ്യത്തെല്ലായിടത്തും വൈദ്യുതി ബോർഡുകൾ അവർക്ക് വൈദ്യുതി നൽകുന്നത്. സാധാരണ നിരക്കിലേക്ക്, എല്ലാവർക്കും ഒരേ നിരക്ക് എന്ന നിലയിലേക്ക് ഇത് മാറുമ്പോൾ കർഷക സംഘടനകൾ പറയുന്നത് ഇന്ത്യയിലെ കർഷകർ വൈദ്യുതി ചെലവായി ഇപ്പോൾ നൽകുന്ന തുകയേക്കാൾ ഒരു വർഷം 1 ലക്ഷം കോടി രൂപയെങ്കിലും അധികം നൽകേണ്ടി വരുമെന്നാണ്. അത്രയും തുക അധികം നൽകിക്കൊണ്ട് കൃഷി നടത്തുമ്പോൾ കൃഷി കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും. അതിനനുസരിച്ച് താങ്ങുവില സർക്കാർ നിശ്ചയിക്കുന്ന സമ്പ്രദായം കൂടി ഇല്ലാതായാൽ പിന്നെ കൃഷി നടത്തൽ അസാധ്യമായി തീരും. ഈ മുദ്രാവാക്യം അവർ ഉയർത്തുന്നത് ശരിക്ക് നാം പരിശോധിച്ചാൽ ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു മുദ്രാവാക്യമാണ്. രാജ്യരക്ഷയെ മുൻനിർത്തുന്ന ഒരു സമരമായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ സെപ്റ്റംബർ 27 ബന്ദാചരണത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുമ്പോൾ, കേരളത്തിൽ ഹർത്താൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ, തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിലെ തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങൾ തകർക്കുന്ന 4 ലേബർ കോഡുകൾ പ്രതിപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പിനെ വകവെക്കാതെ പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി.
അതിൽ 3 ലേബർ കോഡുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിട്ടില്ല. കാർഷിക നിയമങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പാർലമെൻറ്റിൽ ബഹളം സൃഷ്ടിക്കുകയും പാർലമെൻറ്റ് നടപടികൾ ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്ത ദിവസം പാർലമെൻറ്റിൻ്റെ നടപടിച്ചട്ടങ്ങൾ പോലും പാലിക്കാതെയാണ് 3 കാർഷിക നിയമങ്ങൾ പാസ്സായതായി ചെയർമാൻ പ്രഖ്യാപിച്ചത് രാജ്യസഭയിൽ. അന്നത്തെ സംഭവത്തിൽ 8 പാർലമെൻറ്റ് മെമ്പർമാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടിയിൽ പ്രതിഷേധിച്ച് രാജ്യസഭയിലെ പ്രതിപക്ഷം തുടർന്നുള്ള ദിവസങ്ങളിലെ നടപടികൾ ബഹിഷ്കരിച്ചു. ആ സമയം നോക്കിയാണ് 3 ലേബർ കോഡുകൾ പാസാക്കിയത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങൾ പലതും തൊഴിലാളി താൽപ്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അന്തർദേശീയ തൊഴിലാളി സംഘടന അഥവാ ILO അംഗീകരിച്ച പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത്. തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ പല ആവശ്യങ്ങളും ആ നിയമങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം കൂട്ടായ വിലപേശലിനുള്ള അവകാശമാണ്. അത് നിയമം മൂലം സംരക്ഷിക്കപ്പെട്ടു. വ്യവസായങ്ങളിൽ തൊഴിൽ തർക്കം ഉന്നയിക്കാനുള്ള അവകാശം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പാസാക്കി. ബോണസ് നിയമം, ഗ്രാറ്റുവിറ്റി നിയമം, തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന നിയമം, ബാലാധ്വാനം തടയുന്ന നിയമം, നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ESI, പ്രോവിഡന്റ് ഫണ്ട് നിയമങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി പാർലമെൻറ്റ് പാസാക്കി. സംസ്ഥാനങ്ങളും നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. തൊഴിൽ, കൃഷി തുടങ്ങിയ വിഷയങ്ങൾ ഭരണഘടന അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ആ മേഖലയിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമമുണ്ടാക്കാം. എന്നാൽ കൃഷിയെ ബാധിക്കുന്ന 3 കാർഷിക നിയമങ്ങൾ പാർലമെൻറ്റ് പാസാക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരുമായും കേന്ദ്രം കൂടിയാലോചിച്ചില്ല. ലേബർ കോഡുകൾ പാസാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചില്ല. ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലയിലാണ് ഇന്നത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഇപ്പോൾ പാസാക്കിയ ലേബർ കോഡുകൾ അനുസരിച്ച് തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം പരിമിതപ്പെട്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയനുകൾ ഇല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ കൂട്ടായ വിലപേശൽ ദുർബലമാകും. അതവരുടെ വേതന സേവന വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കും. തൊഴിലാളികളുടെ വേതനത്തിൽ ഗണ്യമായ കുറവ് വന്നാൽ തൊഴിലെടുക്കുന്നവരുടെ ഉപഭോഗ കഴിവ് കുറയും. അത് ഡിമാൻഡിനെ ബാധിക്കും. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ മന്ദഗതിയിലാക്കും. മുതലാളിമാരുടെ ലാഭം വർദ്ധിക്കും, വലിയ തോതിൽ വർദ്ധിക്കും. മാത്രമല്ല അത് സാമ്പത്തിക അസമത്വത്തിനിടയാക്കും. ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചതിന് ശേഷം ലോകത്താകെ സമ്പന്നവർഗവും സാധാരണക്കാരും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും മുകൾത്തട്ടിലുള്ള സൂപ്പർ റിച്ച് എന്ന് പറയുന്ന അതിസമ്പന്നന്മാർക്ക് രാജ്യത്താകെയുള്ള സമ്പത്തിൻ്റെ 54% കൈവശമുള്ളത്. ഇത് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥിതി തുടരും. വ്യവസായങ്ങളിൽ തൊഴിലാളികൾക്ക് പണിമുടക്ക് നടത്താനുള്ള അവകാശം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റിൽ ഉണ്ടായിരുന്നു. അവശ്യ സേവന മേഖലകളിൽ 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണം എന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. അല്ലാത്ത മേഖലകളിൽ പണിമുടക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പുതിയ ലേബർ കോഡിൽ പണിമുടക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തൊഴിൽ തർക്കമുണ്ടായി ഒരു ട്രേഡ് യൂണിയൻ പണിമുടക്കിന് നോട്ടീസ് കൊടുത്താൽ അത് സംബന്ധിച്ച് ലേബർ ഉദ്യോഗസ്ഥന്മാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പിന്നെ പണിമുടക്ക് പാടില്ല. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചർച്ചകൾ എത്ര മാസങ്ങൾ നടത്തും? അതിന് സമയപരിധിയില്ല. കൺസിലിയേഷൻ പ്രോസസ്സിനിടയിൽ പണിമുടക്ക് നടത്തിയാൽ അത് നിയമവിരുദ്ധ പണിമുടക്കാണ്. നിയമവിരുദ്ധ പണിമുടക്കിൽ പങ്കെടുത്താൽ ഒരു ദിവസത്തെ പണിമുടക്കിന് 8 ദിവസത്തെ കൂലി എന്ന തോതിൽ തൊഴിലാളികളുടെ വരുമാനത്തിൽ നിന്ന് പിടിച്ചുവെക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് അവകാശം നൽകുന്നു നിയമം. അതിൻ്റെ പുറമെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ തൊഴിലാളികളുടെ പേരിൽ. മാത്രമല്ല നിയമവിരുദ്ധമായി എന്ന് കണക്കാക്കപ്പെടുന്ന പണിമുടക്ക് നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് നഷ്ടമുണ്ടായതായി മാനേജ്മെൻറ്റ് കണക്കാക്കിയാൽ ആ പണം പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ട്രേഡ് യൂണിയനുകളിൽ നിന്ന് ഈടാക്കാം എന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്.
അപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ മൗലികമായ അവകാശം, കൂട്ടായി വിലപേശാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഈ നിയമം മുഖേന നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മിനിമം വേജ് തത്വം. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു തത്വമുണ്ട്. ILO അംഗീകരിച്ച ഒരു തത്വം, ഇന്ത്യയിലെ ലേബർ കോൺഫറൻസുകൾ അംഗീകരിച്ച തത്വം, സുപ്രീം കോടതി അംഗീകരിച്ചതാണ് ആ തത്വം. 1992 സുപ്രീം കോടതി വിധി മിനിമം വേതനം നൽകാൻ കഴിയാത്ത വ്യവസായങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ്. ഒരു തൊഴിലാളിക്ക് ചുരുങ്ങിയത് 2200 കലോറി ഊർജം ലഭ്യമാക്കാൻ വേണ്ട ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനുള്ള പണം അവൻ്റെ കൂലിയിൽ നിന്ന് ലഭിക്കണം. ഒരു തൊഴിലാളി ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തൊഴിലാളിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് കൂടി വേണ്ട ഭക്ഷ്യവസ്തുക്കൾ, മറ്റവശ്യ വസ്തുക്കൾ വാങ്ങാനുള്ള തുക കണക്കാക്കിയാണ് മിനിമം കൂലി നിശ്ചയിക്കുന്നത്. അതിനാണ് സംസ്ഥാനങ്ങളിൽ മിനിമം വേജ് കമ്മിറ്റികളുള്ളത്, മിനിമം വേജ് അഡ്വൈസറി ബോർഡുകളുള്ളത്. ആ മിനിമം വേതന തത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് നിയമത്തിൽ മിനിമം വേജ് എന്നൊരു അധ്യായം എഴുതി ചേർക്കുകയും അതിൻ്റെ താഴെ നാഷണൽ ഫ്ലോർ വേജ് എന്ന ഒരു പുതിയ വേതന തത്വം ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ത്രികക്ഷി സമ്മേളനമാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, തൊഴിലുടമ സംഘടനാ പ്രതിനിധികൾ, ഗവൺമെൻറ് പ്രതിനിധികൾ അടങ്ങുന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. അതിൻ്റെ സമ്മേളനം എല്ലാ വർഷവും ചേരാറുണ്ടായിരുന്നു. സമ്മേളനം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ആ പതിവ് നിർത്തലാക്കി. 44ാമത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അംഗീകരിച്ച മിനിമം വേതനം ഒരു മാസം 21,000 രൂപയാണ്. ഒരു ദിവസത്തെ ജോലിക്ക് 700 രൂപ എന്ന തോതിൽ. പുതിയ ലേബർ കോഡിലെ നാഷണൽ ഫ്ലോർ വേജ് എന്ന തത്വമനുസരിച്ചുള്ള ചുരുങ്ങിയ കൂലിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ദിവസത്തെ ജോലിക്ക് 202 രൂപയാണ്. തൊഴിലുടമകളെ ഇതിലേറെ സഹായിക്കാൻ മറ്റെന്താണ് വേണ്ടത്? 202 രൂപ കൊണ്ട് എങ്ങനെ ഒരു തൊഴിലാളി കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കും? അതുമാത്രമല്ല, സ്ഥിരം ജോലി എന്ന സങ്കല്പം തന്നെ ഇല്ലാതാവുകയാണ്. ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് എന്നൊരു പുതിയ വ്യവസ്ഥ ഈ നിയമത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റിന് ഒരു തൊഴിലാളിയെ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ സമയം നിശ്ചയിച്ചുകൊണ്ട് ജോലിക്ക് വെക്കാം. സ്ഥിരമായ ജോലിയിലാണ് തൊഴിലാളിയെ അസ്ഥിരമായി നിയമിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിരിച്ചുവിടാം. ഈ തൊഴിലാളിയെ സേവനം വേണമെങ്കിൽ തുടരാം, മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടാൽ തുടരാം. അപ്പം മാനേജ്മെൻറ്റിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഈ തൊഴിലാളി ഫിക്സഡ് ടേം ജോലിക്കാലത്ത് ചെയ്യാൻ പാടില്ല. ട്രേഡ് യൂണിയനിൽ ചേരുകയോ കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുകയോ ചെയ്താൽ മുതലാളിക്ക് അനിഷ്ടം വരും. അപ്പോൾ പിന്നെ അയാൾക്ക് തുടരാൻ പറ്റില്ല. സ്ഥിരം ജോലി എന്നത് ഇനി അസാധ്യമാണ് എന്നതാണ് ഈ നിയമപ്രകാരം ഉള്ള സാഹചര്യം. ഇത് ഭാവി തലമുറയെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അഭ്യസ്തവിദ്യരായ തൊഴിൽ തേടിയെത്തുന്ന നമ്മുടെ രാജ്യത്തെ യുവതലമുറയെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന 56 കോടി മനുഷ്യരാണ്. അതിൽ 25 കോടി കർഷക തൊഴിലാളികളാണ്, 31 കോടി മറ്റു തൊഴിലാളികൾ. ആ തൊഴിലാളികളിൽ സ്ഥിരമായ ജോലിയും സ്ഥിരം വരുമാനവും ലഭിക്കുന്നവർ 5-5.5 കോടിയോളം മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം അനൗപചാരിക, അസംഘടിത, പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടവരാണ്. കുറേ ആളുകൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. കുറേ ആളുകൾ സ്വന്തം രാജ്യം വിട്ട് അന്യ നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളാണ്. വഴിയോര കച്ചവടക്കാർ, മോട്ടോർ തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ തുടങ്ങി സ്വയം തൊഴിൽ ചെയ്യുന്നവരുൾപ്പെടെയുള്ള ഈ അസംഘടിത, അനൗപചാരിക മേഖലകളിലെ തൊഴിലാളികൾക്ക് യാതൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും ലേബർ കോഡിലില്ല. നിലനിൽക്കുന്ന ESI, പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന പദ്ധതികളൊന്നും അസംഘടിത മേഖലാ തൊഴിലാളികൾക്ക് ബാധകമല്ല. ഇവർക്ക് എന്തെങ്കിലും പുതുതായ പദ്ധതികൾ ഏർപ്പെടുത്തുന്നില്ല. പെൻഷൻ എന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഈ തൊഴിലാളികളുടെ അധ്വാനം സൃഷ്ടിക്കുന്ന സമ്പത്ത് തൊഴിലുടമകൾക്ക് വലിയ തോതിൽ അവരുടെ ഭാഗത്തേക്ക് മാറ്റിവെക്കാനും കഴിയും. ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ വളർച്ച നിരക്ക് കൂടിയെന്നും GDP വളർച്ച വലിയ ആവേശകരമായ നിരക്കിലേക്ക് ഉയരുകയാണെന്നും പല പുതിയ നിക്ഷേപങ്ങളും പദ്ധതികളൊക്കെ വരുന്നുണ്ടെന്നും സർക്കാരുകൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്.
എന്താണ് ഈ വളർച്ചക്കിടയിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരാത്തത്? അവർക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായമായി ലഭിക്കാത്തത് എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് ബുദ്ധിജീവികളാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഗുരുതരമായ അവസ്ഥയാണ് തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്നത്. ഈ പ്രശ്നം കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തു വരുന്ന തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അവർ ഈ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പ്രക്ഷോഭം നടത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ സ്കീമുകളിലായി ജോലി ചെയ്യുന്ന 1 കോടിയിൽ പരം തൊഴിലാളികളുണ്ട്. ആശ, അംഗൻവാടി, ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയ സ്കീമുകളിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അവർക്കൊന്നും ഒരു മിനിമം വേതനം പോലുമില്ല. ഇന്ന് 24-ാം തീയതി ഇന്ത്യയിലെ സ്കീം വർക്കേഴ്സ് ദേശവ്യാപകമായി ഒരു പണിമുടക്ക് നടത്തുകയാണ്. ഇവരെല്ലാം വോളണ്ടിയേഴ്സ് ആണെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ഒരു ഹോണറേറിയം, ഒരു ചെറിയ തുക ഹോണറേറിയം, കൂലിയല്ല. ഇതാണ് തൊഴിൽ മേഖലയിലെ അവസ്ഥ. ഇതുപോലെ തന്നെ ഗൗരവമാണ് സ്വകാര്യവൽക്കരണം. ഉദാരവൽക്കരണ നയത്തിന്റെ മറ്റൊരു ഭാഗമാണ് പൊതുമേഖല സ്വകാര്യവൽക്കരണം. 91 മുതൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പൊതുമേഖല ഓഹരികളുടെ വിൽപ്പനയായിരുന്നു. തൊഴിലാളി സംഘടനകളുടെ ശക്തമായ എതിർപ്പ് കാരണം 91 മുതൽ 96 വരെ ഇന്ത്യ ഭരിച്ച നരസിംഹറാവു ഗവൺമെന്റിന് ഉദ്ദേശിച്ച വേഗതയിൽ ഓഹരി വിൽപ്പന നടത്താൻ സാധിച്ചില്ല. 1998 മുതൽ 2004 വരെ ഭരിച്ച വാജ്പേയി ഗവൺമെന്റാണ് ഓഹരി വിൽപ്പനയിൽ കോൺഗ്രസ് ഗവൺമെന്റിനെ കടത്തിവെട്ടുന്ന വിധം പ്രവർത്തിച്ചത്. ആഗോളവൽക്കരണ നയം 1991 ആരംഭിച്ചപ്പോൾ സ്വദേശി ജാഗരൺ മഞ്ച് എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി. ആഗോളവൽക്കരണ നയത്തിനെതിരായി വലിയ പ്രചാരവേല RSSും സംഘപരിവാറും സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ മുൻപന്തിയിൽ BMSനെ പോലുള്ള ട്രേഡ് യൂണിയനുകളുണ്ടായിരുന്നു. പക്ഷേ BJP അധികാരത്തിൽ വന്നപ്പോൾ അവർ നിശബ്ദരായി. അവർ വളരെ വേഗതയിലാണ് പഴയ നയങ്ങൾ നടപ്പാക്കിയത്. വാജ്പേയി പ്രധാനമന്ത്രിയാകുമ്പോഴാണ് വൈദ്യുതി ഭേദഗതി നിയമം കൊണ്ടുവന്നത്. സംസ്ഥാന വൈദ്യുതി ബോർഡുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നിയമം. ഒറീസ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെന്ന് വൈദ്യുതി ബോർഡുകളെ സ്വകാര്യവൽക്കരിച്ചു. കേരളത്തിൽ ശ്രമം നടത്തിയെങ്കിലും തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് കാരണം നടപ്പാക്കാനായില്ല. നമ്മുടെ സ്റ്റേറ്റിലെ വൈദ്യുതി ബോർഡ് ഒരു പൊതുമേഖലാ കമ്പനിയാക്കി 2006 LDF ഗവൺമെന്റ് ഇന്നും പൊതുമേഖലയിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഒറീസയിലെ ബാൽക്കോ എന്ന അലൂമിനിയം കമ്പനി പൂർണ്ണമായും വിൽപ്പന നടത്തിയത് വാജ്പേയി ഗവൺമെന്റാണ്. കേരളത്തിൽ മോഡേൺ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി ഹിന്ദുസ്ഥാൻ ലിവറിന് കൈമാറിയത്, കൊച്ചിയിലായിരുന്നു ആ കമ്പനി. കോവളം ഹോട്ടൽ കൈമാറിയത്, ഇതെല്ലാം വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്താണ്. അത് കഴിഞ്ഞ് 2004 മുതൽ UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒന്നാം UPA ഗവൺമെന്റിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായിരുന്ന കാരണത്താൽ സ്വകാര്യവൽക്കരണ നയങ്ങളെ ഇടതുപക്ഷം ശക്തമായി എതിർത്തു. അതുകൊണ്ട് കാര്യമായ സ്വകാര്യവൽക്കരണം അക്കാലത്ത് നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ 2009 മുതൽ 2014 വരെയുള്ള രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പിന്തുണയില്ലാത്ത UPA ഗവൺമെന്റ് വലിയ തോതിൽ സ്വകാര്യവൽക്കരണ നടപടികൾ നടപ്പാക്കുകയുണ്ടായി. 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ അതിന് വേഗത കൂടി. ഒന്നാം മോഡി സർക്കാർ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. BJP മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ BJP മുന്നണിക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 2019 കഴിയുമ്പോൾ ലോക്സഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായി, BJPയുടെ മുന്നണിക്ക് 3/2 ഭൂരിപക്ഷമായി. രാജ്യസഭയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റ് ബൂർഷ്വ സംസ്ഥാന പാർട്ടികളിൽ നിന്നും കുറേ ആളുകളെ കൂറുമാറ്റിയെടുത്ത് രാജ്യസഭയിലും BJPയുടെ മുന്നണി ഭൂരിപക്ഷം ഉണ്ടാക്കി. ഈ അനുകൂല സാഹചര്യം വന്നപ്പോൾ പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിന് വേഗത കൂടി. ഓഹരി വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. BPCL എന്ന കമ്പനി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ വിൽപ്പന നടത്തി. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിനകം വിറ്റു. തൊഴിലാളി സംഘടനകൾ ദേശവ്യാപകമായ പണിമുടക്ക് നടത്തിയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചും ഈ സ്വകാര്യവൽക്കരണത്തെ ചെറുക്കുന്നുണ്ട്. ആ ചെറുത്ത് നിൽപ്പുകൊണ്ട് അവരുദ്ദേശിക്കുന്ന വേഗതയിൽ പൂർണ്ണമായ വിൽപ്പനയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ BPCL വിൽപ്പന ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിൻ റിഫൈനറി കേന്ദ്രമായി അതിശക്തമായ പ്രതിരോധ സമരമാണ് തൊഴിലാളി സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളും അവരെ
അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളും ചേർന്ന്. തുറമുഖങ്ങൾ വിൽപ്പന നടത്താനുള്ള പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ, എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനം കമ്പനി, ഇതുപോലുള്ള പല സ്ഥാപനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. കൽക്കരി, ഖനി, നമ്മുടെ ധാതു വിഭവങ്ങളെല്ലാം സ്വകാര്യ കുത്തകകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഈ വർഷത്തെ ബജറ്റിൽ 2021-22 വർഷത്തേക്കുള്ള ബജറ്റിൽ പൊതുമേഖല ഓഹരി വിൽപ്പനയിലൂടെ 1,75,000 കോടി രൂപ സംഭരിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത്. പക്ഷേ കോവിഡിൻ്റെ പ്രതിസന്ധി വന്നപ്പോഴും തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ശക്തമായി ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇത്രയും തുകയൊന്നും സംഭരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കഴിഞ്ഞ ആഗസ്റ്റ് 23-ന് പുതിയ രൂപത്തിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നത്, കേന്ദ്ര ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത്. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന പദ്ധതി. രാജ്യത്തിൻ്റെ പൊതു ആസ്തികൾ കുത്തക മുതലാളിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ദീർഘകാലത്തേക്ക് 30 കൊല്ലം 40 കൊല്ലം വർഷത്തേക്ക്. അവരിൽ നിന്നൊരു തുക ഗവൺമെൻറ് ഒന്നിച്ച് കൈപ്പറ്റുക. 6 ലക്ഷം കോടി രൂപ സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും പണം രാജ്യത്തിൻ്റെ പശ്ചാത്തല വികസന പദ്ധതികളിൽ വിനിയോഗിക്കാനാണ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാദം. റോഡുകൾ, നാഷണൽ ഹൈവേകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, 400 റെയിൽവേ സ്റ്റേഷനുകൾ, 150 ട്രെയിനുകൾ, വൈദ്യുതി പ്രസരണ ലൈനുകൾ, പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ, BSNLൻ്റെ ടവറുകൾ, മൊബൈൽ ടവറുകൾ, തുറമുഖങ്ങൾ, കോഴിക്കോട് വിമാനത്താവളം ഉൾപ്പെടെ വിമാനത്താവളങ്ങൾ, എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, രാജ്യത്തിൻ്റെ പൊതുസമ്പത്തിൻ്റെ ഗണ്യമായ ഭാഗമാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ പണം ഉപയോഗിച്ച്, നികുതി പണം ഉപയോഗിച്ച് സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിന് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരത സർക്കാരുകൾ പടുത്തുയർത്തിയതാണ്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇന്ത്യയെ ഭരിക്കുന്ന BJP. അവരാണ് ഇത് വിൽപ്പന നടത്തുന്നത്. എല്ലാം കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിക്കാനാണ് ലക്ഷ്യം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനെ സ്വകാര്യവൽക്കരിക്കുന്ന ബില്ല് പാർലമെൻറ്റ് പാസാക്കി. പ്രതിപക്ഷങ്ങളുടെ ശക്തമായ എതിർപ്പിനെ വകവെക്കാതെയാണ് പാസാക്കിയത്. അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ ബഹളം വെച്ചവരെ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള 41 ഓർഡിനൻസ് ഫാക്ടറികൾ 7 കോർപ്പറേഷനുകളാക്കി സ്വകാര്യവൽക്കരിക്കാൻ നീങ്ങുന്നതിനെതിരെ തൊഴിലാളികൾ ജൂലൈ 26-ന് ഒരുമിച്ച് പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. ആ പണിമുടക്കിനെ നിയമം മൂലം നിരോധിച്ചു ഇന്ത്യ ഗവൺമെൻറ്. പണിമുടക്ക് നിരോധനം നിലവിൽ വന്നു. പാർലമെൻറ്റ് പാസാക്കിയ നിയമം അനുസരിച്ച് ഓർഡിനൻസ് ഫാക്ടറികളിൽ മാത്രമല്ല, അതിൻ്റെ ഉൽപ്പാദന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലെയും പണിമുടക്കുകൾ നിരോധിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് അവകാശം നൽകുന്നതാണ് നിയമം. നിരോധിച്ച പണിമുടക്കിൽ പങ്കെടുത്താൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. ആ തൊഴിലാളികളുടെ പേരിൽ ക്രിമിനൽ നടപടികളും സ്വീകരിക്കാം. അപ്പോൾ പണിമുടക്ക് നിരോധനം തൊഴിലാളികളുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പിനെ ദുർബലമാക്കി വിൽപ്പന നടത്തൽ, ഇതെല്ലാം നടക്കുകയാണ്. കൽക്കരി ഖനന മേഖല കുത്തക മുതലാളിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. നാഷണൽ ഹൈവേ ഏറ്റെടുക്കുന്ന കമ്പനികൾ എങ്ങനെയാണ് അവർ നൽകുന്ന പണം 1,60,000 കോടി രൂപ അപ്ഫ്രണ്ടായി ഒന്നിച്ച് മുൻകൂറായി തുക ലഭിച്ചാൽ 22,000 കിലോമീറ്റർ റോഡ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പറയുന്നത്. അവർ ടോൾ പിരിച്ചാണ് പണം ഉണ്ടാക്കുക. ടോൾ ബൂത്തുകൾ അവർ നിർമ്മിക്കും. ടോൾ ഫീ ഈ വാങ്ങുന്ന സ്വകാര്യ കമ്പനി നിശ്ചയിക്കും. 30 വർഷമോ 40 വർഷമോ അവരതിൽ നിന്ന് ഈ സർക്കാരിന് കൊടുക്കുന്ന ഫണ്ട് മുതലാക്കും. അത്രയും കാലം പ്രോപ്പറായി മെയിൻ്റനൻസ് നടത്തുമോ, കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവ്യക്തതയിലാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് 6 ലക്ഷം കോടി രൂപ ഈ കോർപ്പറേറ്റുകളെല്ലാം അവരുടെ പോക്കറ്റുകളിൽ വെച്ച് നടക്കുകയാണോ? അവരത്രയും തുക ഈ സ്വത്ത് ചൂണ്ടിക്കാണിച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക ചെയ്യുക. ബാങ്കിലെ പണം ജനങ്ങളുടെ പണമാണ്. അപ്പം ജനങ്ങളുടെ പണം ഉപയോഗിച്ച്, ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് പടുത്തുയർത്തിയ ആസ്തികൾ കച്ചവടം ചെയ്യുക എന്നതാണ് കോർപ്പറേറ്റുകൾക്കുള്ള സൗകര്യം. അതിനാണ് ഇന്ത്യ ഗവൺമെൻറ് വഴിയൊരുക്കി കൊടുക്കുന്നത്. ഇത്രയും ജനവിരുദ്ധമായ നടപടികൾ നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല.
കർഷകരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും എല്ലാം തീരാത്ത ദുരിതത്തിലേക്ക് തള്ളുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് അസാധാരണമായ വിധത്തിൽ കുതിച്ചുയരുകയാണ്. 2018 നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29%. അത് കഴിഞ്ഞ 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കോവിഡ് കാലത്ത് ജനങ്ങൾക്കൊരാശ്വാസം നൽകാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. തക്ക സമയത്ത് വാക്സിൻ നൽകാൻ സാധിച്ചില്ല. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജിൽ ഈ ലോക്ക്ഡൗൺ അതുപോലുള്ള നടപടികളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ട, വരുമാനം നഷ്ടപ്പെട്ട സാധാരണ തൊഴിലാളികൾക്കും ദരിദ്ര ജനങ്ങൾക്കും ഒരാശ്വാസവും നൽകാൻ കേന്ദ്രം ഒരു പദ്ധതിയും തയ്യാറാക്കിയില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം എല്ലാ മാസവും എത്തിച്ചു നൽകുകയും ചികിത്സ സൗജന്യമായി നൽകുകയും ചെയ്ത് മാതൃക സൃഷ്ടിച്ചപ്പോൾ അതിന് നേരെ വിപരീത ദിശയിലായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോക്ക്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന എല്ലാ ജനവിരുദ്ധ നയങ്ങൾക്കും ബദൽ ഉയർത്തുന്നത്. BPCL എന്ന കമ്പനി സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടിയിലേക്ക് കേന്ദ്രം പോകുമ്പോൾ അതിനെതിരായി കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. തിരുവനന്തപുരം വിമാനത്താവളം കൈമാറുന്നതിന് നിയമപരമായി നേരിട്ടു. അവസാനം കോടതി കൈമാറ്റം അംഗീകരിച്ചതുകൊണ്ടാണ് സർക്കാർ നിസ്സഹായമായത്. വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് വിൽപ്പന നടത്താൻ തീരുമാനിച്ചപ്പോൾ കോട്ടയത്തെ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി, അതിൻ്റെ യൂണിറ്റാണ്, അത് സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് കേരള ഗവൺമെൻറ് എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് മുമ്പിൽ മുട്ടുമടക്കി കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി കേരള സർക്കാരിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏറ്റെടുക്കൽ പൂർത്തിയായി. അപ്പോൾ പൊതുമേഖലാ സംരക്ഷണത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. പൊതുമേഖല സംരക്ഷിക്കാൻ വിവിധ മേഖലകളിൽ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് വലിയ ആവേശം നൽകുന്ന അനുഭവമാണ് കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ആ പ്ലാന്റിലെ തൊഴിലാളികളും വിശാഖപട്ടണം ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ചാണ് സമരം ചെയ്യുന്നത്. അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തെയാണ്. കൽക്കരി ഖനികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ തൊഴിലാളികളുടെ സമരം അതിശക്തമായിട്ടാണ് ഉയർന്നു വന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ കൊച്ചി തുറമുഖത്തെ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായാണ് പ്രക്ഷോഭം ഉയർത്തുന്നത്. വൈദ്യുതി മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ആഗസ്റ്റ് 10 രാജ്യത്തെ വൈദ്യുതി ബോർഡ് ജീവനക്കാർ, എഞ്ചിനീയർമാർ എല്ലാവരും ചേർന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലെ വൈദ്യുതി ബോർഡ് ജീവനക്കാർ വലിയ പ്രചാരവേലയാണ് അക്കാലത്ത് സംഘടിപ്പിച്ചത്. ഈ നയങ്ങളെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ, രാജ്യത്തിന് വിനാശകരമായ ഈ നയങ്ങൾ, ജനങ്ങളെ കുത്തുവാളയെടുപ്പിക്കുന്ന ഈ നയങ്ങൾ, കർഷകരെയും തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ തകർക്കുന്ന ഈ നയങ്ങൾ ചെറുത്തു തോൽപ്പിക്കാനുള്ള സമരം ശക്തിപ്പെടുത്തുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റ് പോംവഴികളില്ല. സെപ്റ്റംബർ 27 ബന്ദ് അതിൻ്റെ നാന്ദിയാണ്, സർക്കാരിന് നൽകുന്ന താക്കീതാണ്. ജനങ്ങൾ ഈ സമരത്തിൻ്റെ നാനാവശങ്ങൾ മനസ്സിലാക്കിയും കാർഷിക തൊഴിൽ മേഖലകളിലെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരവേല നടത്തിയും സെപ്റ്റംബർ 27 ബന്ദിന്, ഹർത്താലിന് നല്ല ജനപിന്തുണ നേടാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയ പ്രശ്നങ്ങൾ എല്ലാവരുമായും പങ്കുവെക്കണം. കർഷക കുടുംബങ്ങളിലും തൊഴിലാളി കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തകർ എത്തിച്ചേരണം. അവരെല്ലാം ഇതിനനുകൂലമായി അണിനിരത്തണം. 27 കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും കേരളത്തിൽ ഹർത്താൽ വൻ വിജയമാക്കണം. എല്ലാ കടകമ്പോളങ്ങളിലും സ്ക്വാഡായി ചെന്ന് അവരോട് സഹകരിക്കാൻ ആവശ്യപ്പെടണം. കടകമ്പോളങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അന്ന് ജോലി നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവാഹനങ്ങളെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്. ഇന്നും വാർത്ത കാണുന്നു, ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചു എന്ന്, 23 പൈസ ഒരു ലിറ്ററിന്. അന്തർദേശീയ കമ്പോളത്തിൽ ക്രൂഡിൻ്റെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നീ ഉൽപ്പന്നങ്ങളുടെ വില അടിക്കടി വർദ്ധിക്കുകയാണ്. കടുത്ത ജനദ്രോഹമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്.
ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 24 ലക്ഷം കോടി രൂപയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ അഡീഷണൽ എക്സൈസ് നികുതിയും സെസ്സുകളും ചുമത്തി കേന്ദ്ര സർക്കാർ വാരിക്കൂട്ടിയത്. മോട്ടോർ വാഹന മേഖല പൂർണ്ണമായ തകർച്ചയിലേക്ക് പോവാണ്. വാഹനങ്ങൾ ഓടിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. കോടിക്കണക്കിനുണ്ട് ഇന്ത്യയിലാകെ. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ചെറുകിട വാഹനങ്ങൾ ഓടിക്കുന്നവർ, തൊഴിലിനു വേണ്ടി അവരെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നത്. ആ ദുരിതം പേറുന്ന മുഴുവൻ ജനങ്ങളിലേക്കും ഈ സമരത്തിൻ്റെ സന്ദേശം എത്തിക്കണം. അവരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് 27-ന് സമ്പൂർണ്ണ ഹർത്താലായി മാറ്റാൻ നമുക്ക് സാധിക്കണം. സ്വകാര്യ വാഹനങ്ങൾ സ്വന്തം ആവശ്യത്തിനായി ഇരുചക്ര വാഹനങ്ങളും കാറുകളും മറ്റു വാഹനങ്ങളും ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഹർത്താലുമായി സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരും ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരാണ്. നാടിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന ജനവിരുദ്ധമായ രാജ്യവിരുദ്ധമായ നയങ്ങളെ തോൽപ്പിക്കണമെന്ന കാര്യത്തിൽ അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം വാഹനം ഉപയോഗിച്ചുള്ള യാത്രകൾ നിർത്തിവെക്കുക. ഈ മഹത്തായ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. സെപ്റ്റംബർ 27 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള താക്കീതായി മാറട്ടെ. ഈ താക്കീത് ശ്രദ്ധിച്ചുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾ തിരുത്താൻ സർക്കാർ സന്നദ്ധമാകുന്നില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭമായി വീണ്ടും ഇത് ആളിപ്പടരും എന്ന അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പണിമുടക്ക് ബന്ധുമായി സെപ്റ്റംബർ 27-ൻ്റെ ബന്ദ്, കേരളത്തിൽ ഹർത്താലുമായി എല്ലാവരും സ്വമേധയാ സ്വമനസ്സാലെ സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.